നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ദേശീയ ഡെങ്കിപ്പനി ജില്ലാതല ദിനാചരണം ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നളിനി നല്ലൂർ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിവിധ രോഗങ്ങളും പകർച്ചവ്യാധികളും പിടിപെടാറുണ്ട്. ഇതിന് നിയന്ത്രണവും അത്യാവശ്യമാണ്. ഇതിന്റെ ഭാഗമായുള്ള ദേശീയ ഡെങ്കിപ്പനി ജില്ലാതല ദിനാചരണ പരിപാടി ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നളിനി നല്ലൂർ ഉദ്ഘാടനം ചെയ്തു. അന്ത്യം ആ ഒരു ഗർഭിണിയായ സ്ത്രീക്ക് ഉണ്ടായതിൽ നമ്മളെല്ലാവരും ഈ അവസരത്തിൽ വേദനിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി പിന്നെ എന്തുകൊണ്ടോ നദിയിലെ കാലാവസ്ഥയും നമ്മൾക്ക് പ്രതികൂലമാണ്. ഈ ഒരു ഹോളിൽ ഫാനില്ലാതെ ഇരിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ഈ പരിപാടി, എന്നിരുന്നാലും നമ്മളെ ഈ ഡേറ്റ് ദേശീയ ഡെങ്കിപ്പനി ദിനം ആചരിക്കുക ഈ മെയ് 14 മാത്രമേ പാടുള്ളൂ. അത് നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളെ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരും പ്രത്യേകിച്ച് ആ വാർഡ് മെമ്പറും ദിവസങ്ങളോളം ആ വാർഡിൽ അടിയന്തരമായുള്ള പ്രവർത്തനങ്ങൾ ജാഗ്രതയോടുകൂടി ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അത് പടർന്നു പിടിക്കാതെ അത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മൊയ്തു കിണറുള്ളതിൽ, ആരോഗ്യവകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജാറാം കെ, ഓഫീസർ ദിവ്യ VS എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആരോഗ്യ കേരള ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഷാജി CK ദിനാചരണ സന്ദേശം നൽകി. ആൾക്കാരുടെ ബ്ലഡ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് യാതൊരു സംശയവും. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിന് കൂടെ അതിന്റെ പ്രിവെൻഷനാണ്. ഡെങ്കി ഫീവർ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ കൊതുകുകളുടെ വളർച്ച, നമ്മൾ അതിന് സോഴ്സ് റിഡക്ഷൻ ആണ് വന്നത്. അത് കൊതുകുകൾ വളരാനുള്ള സോഴ്സ് റിഡക്ഷൻ അല്ലെ. അപ്പൊ കൊതുക് എവിടെയാ വളർന്നതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇത് സാധാരണയായി നമ്മൾ കാണുന്നത് നമ്മുടെ വീടിന്റെ ചുറ്റുപാടുകളിലുള്ള ചിരട്ട, അതുപോലെ എന്തെങ്കിലും വെള്ളക്കെട്ടുകൾ ഉണ്ടെങ്കിൽ ആ വെള്ളക്കെട്ടുകളാണ് കൊതുക് മുട്ടയിടുന്നത്. അപ്പൊ കൊതുക് മുട്ടയിട്ട് കുത്താളിയായി അത് പൂർണ്ണ വളർച്ചയെത്തിയിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ റിയാസ് KP, ഡോക്ടർ ജാസ്മിൻ PK സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഭവില നന്ദി പറഞ്ഞു. ഒരു ക്യാമ്പയിനായിട്ട് തന്നെ ക്യാമ്പയിനായിട്ട് തന്നെ നടത്തിയോണ്ട് ചിലപ്പോൾ ആശാവർക്കന്മാരെല്ലാവരും ഈ പരിസരം നടത്തിയിട്ടാണ്, ജീവനക്കാരും നടത്തിയിട്ടാണ്, പബ്ലിക് നടത്തിയിട്ടാണ്, ഇത് കേൾക്കുന്ന സാധാരണ ജനങ്ങളിൽ ആരും തന്നെ നടത്തിയിട്ടാണെന്ന് ഞാൻ പ്രവചിക്കുന്നത്. അടുത്തോളം നടത്തില്ലാത്ത നിർഭാഗ്യവശാലും അങ്ങനെ പ്രവചിക്കുന്നത് പോയിട്ട് ചെയ്യാൻ വലിയ വിഷമം, വേദനയുണ്ട് എന്നുള്ളത്. അങ്ങനെ മടിയാണ് തെക്കോണം സീരിയലൊക്കെ പോകുന്നത്. കുട്ടീനെ സ്കൂളിൽ ഉണ്ടാക്കണം, വീട്ടു പഠിക്കാൻ കേരളത്തിൽ പറമ്പില്ലാതുണ്ടാവും, അവിടെ പോകാനുണ്ടാവും. എന്താണ് നമ്മുടെ വെക്കേഷൻ കാലത്താണ് നിരന്തരം ടൂറാണ്. കുടുംബ സംഗമം ഉണ്ടാവും, ജാഥയുണ്ടാവും, ആഹ്ലാദപ്രകടനം ഉണ്ടാവും, പ്രതിഷേധ പ്രകടനം എല്ലാം കഴിഞ്ഞിട്ട് ജനങ്ങൾ ഒരു സുവർണാസനം നിങ്ങളോ ഇങ്ങനെ പോയി 14 വയസ്സിന് 14 മുതൽ 15 വരെ വയസ്സ് പ്രായമുള്ള കുട്ടിയൊക്കെ ഭാവിയിൽ ഇങ്ങനെ അവർ മടിയന്മാരെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ CA സർവീസ് ഒന്ന് ഗർഭപാത്രത്തിന്റെ അറ്റത്തുള്ള ഭാഗത്ത് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയുള്ള 92% ആൾക്കാർക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ രോഗം വരും. വെച്ച് കഴിഞ്ഞാൽ പ്രതിവർഷം ഈ പരിശോധന ചെയ്യണം. അവർ സുവർണാസനാണ് 4000 രൂപ ശേഷം 4000 രൂപ വരെയുള്ള വാക്സിൻ വെച്ച് നമ്മൾ ഇങ്ങനെ എല്ലാവരും ആരോഗ്യവകുപ്പ് അനുസരിക്കാൻ കൊടുക്കുന്നത്. എന്ത് പറ്റിയെന്നറിയില്ല, ഇത്രയൊക്കെ മതി. നമ്മൾ സാധാരണ വായിലെ ക്യാൻസർ, അല്ലെങ്കിൽ സ്ഥലത്തിലെ ക്യാൻസർ, വിളയിലെ ക്യാൻസർ, വയറ്റിലെ ക്യാൻസർ, അല്ലെങ്കിൽ തൊടിയിലെ ക്യാൻസർ, നാവിന്റെ ക്യാൻസർ, ഇതെല്ലാം നമുക്കറിയാം. നമുക്ക് തൊടാനോ കാണാനോ പറ്റുന്ന സ്ഥലത്താണ്. യൂട്രൈൻ സർവീസ് നമ്മൾ യോനിക്കകത്താണ്, നമുക്ക് തൊടാൻ പറ്റില്ല, തൊട്ടതറിയുന്നത് അങ്ങനെ പാടില്ല. ക്യാൻസർ ഉണ്ടെങ്കിൽ വളരെ വൈകിട്ട് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകിൽ വല്ലാണ്ട് പഴുപ്പൊക്കെ ഒഴിക്കുമ്പോൾ അവസാനം കിട്ടും. അതുമില്ലെങ്കിൽ കുറച്ചുകൂടി പിന്നെ ചോര ഒരുപാട് എല്ലാ ക്യാൻസർ കേസുകളും എല്ലാം രക്തോട്ടുണ്ട്. ചോര ലൈംഗിക ബന്ധങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് പരിക്കോ നമുക്ക് ചോര വരും. അല്ലെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞു ചെറിയ ചോര അടക്കണൊക്കെ കാണും. കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കടുത്ത പനി,
തലവേദന, പേശിവേദന എന്നിവ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. ഗുരുതരമാകുമ്പോൾ കഠിനമായ വയറുവേദന, ശരീരത്തിൽ ചുവന്ന പാടുകൾ, ഛർദി, രക്തസ്രാവം എന്നിവയും ഉണ്ടാകാം. ഡെങ്കിപ്പനി ഗുരുതരമായാൽ മരണം സംഭവിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡെങ്കിപ്പനിക്ക് കാരണമായ ഈഡിസ് കൊതുകുകൾ മുട്ടയിടുന്നത് ശുദ്ധജലത്തിലാണെന്നും വീട്ടിനുള്ളിലും പരിസരത്തും ഉറവിടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കണമെന്നും എനിക്കറിയാം. എല്ലാ ശനിയാഴ്ചകളിലും സഹപ്രവർത്തകരോടൊപ്പം സ്ഥാപനങ്ങളിലും എല്ലാ ഞായറാഴ്ചയും കുടുംബങ്ങളോടൊപ്പം വീട്ടിലും ഈഡിസ് കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നതിനായി വെള്ളം കെട്ടി നിൽക്കുന്നവയും കെട്ടി നിൽക്കാൻ സാധ്യതയുള്ളവയും. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.